പോളിംഗ് ബൂത്ത് കാലിയായതിനു പിന്നാലെ മോദിയെ വിളിച്ച് താക്കീത് നൽകുകയാണ് RSS. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJPയുടെ അട്ടിമറി വിജയമാണ് ഭൂരിപക്ഷമൊക്കെയാണ് പറയുന്നത്. 1, 2, 3 എക്സിറ്റ് പോളുകൾ മാത്രമാണ് AAP അധികാരത്തിൽ വരുമെന്നും പറയുന്നത്. ഈ സമയത്ത് ഏകദേശം RSS ഉറപ്പിച്ചു കഴിഞ്ഞു 25 വർഷങ്ങൾക്കിപ്പുറത്ത് ഡൽഹിയിൽ BJP അധികാരം പിടിക്കുമെന്ന്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഇത് മോദി വിജയമല്ല എന്ന് പറയാൻ കാരണം. കഴിഞ്ഞ മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പിലും ഇതേ കാര്യം RSS പറഞ്ഞതാണ്. ഈ വിജയത്തിന്റെ ഒന്നും ക്രെഡിറ്റ് മോദിക്കോ മോദി ഗ്യാരണ്ടിക്കോ അല്ല എന്ന്, മോദിയെ 7 അയലത്ത് കണ്ടുപോകരുത് എന്നും. എന്തിനേറെ പറയുന്നു, ഇത്തവണത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ BJP പ്രകടന പത്രിക തിളങ്ങി എന്നല്ലാതെ പ്രചാരണത്തിന്റെ മുൻനിരയിൽ മോദിയെ അധികം കണ്ടിട്ടില്ല. വലിയ വായിൽ ലോക്സഭയിൽ കേട്ടതുപോലെ മോദി ഗ്യാരണ്ടികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ RSS പ്രചാരണം തുടങ്ങിയിരുന്നു. ഡൽഹിയെ 8 സോണുകളായി 30 ജില്ലകളും 173 നഗരങ്ങളുമാക്കി തിരിച്ചാണ് പ്രചാരണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി ഓരോ സോണിലും ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിരുന്നു. അയൽക്കൂട്ടങ്ങൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് മീറ്റിംഗുകൾ സംഘടിപ്പിച്ചത്. 60,000 മീറ്റിംഗുകളെങ്കിലും സംഘടിപ്പിക്കണം എന്നായിരുന്നു പ്രചാരകർ RSS നേതൃത്വം നൽകിയ നിർദ്ദേശം. ഇപ്പറഞ്ഞതിൽ 50,000 യോഗങ്ങളും സംഘടിപ്പിച്ചു എന്നാണ് 8 സോണുകളിൽ നിന്നുള്ള പ്രചാരകർ പറയുന്നത്. പോളിംഗ് ബൂത്തിലെത്തി ദേശീയ താല്പര്യത്തിനായി വോട്ട് ചെയ്യാൻ വോട്ടർമാരെ പഠിപ്പിക്കുന്നതിനായിരുന്നു അവർ ഊന്നൽ നൽകിയത്. പക്ഷെ യഥാർത്ഥത്തിൽ BJPക്കായി വോട്ട് ചോദിക്കുന്ന ഒരു തന്ത്രം കൂടിയായിരുന്നത്. അവരാണ് ദേശീയ താല്പര്യത്തിനായി പ്രവർത്തിക്കുന്നത്. പടിഞ്ഞാറൻ ഡൽഹിയിൽ നിന്നുള്ള RSS നേതാവിന്റെ വാക്കുകളാണ് ഇത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മോദി ഗ്യാരണ്ടി അല്ല എന്ന് പറയാൻ കാരണം.